ഓരോ വർഷവും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ ഫലങ്ങൾ വരുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്കാണ്. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ റിസൾട്ടിലേക്കാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വർഷങ്ങളായി ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തുന്നു. യെസ്, ബ്രില്യൻ സ്റ്റഡി സെന്റർ, ദ ഗേറ്റ് വേ ടു ടോപ്പ് റാങ്ക്സ്. നിരവധി വർഷങ്ങളായി ബ്രില്യൻ മെഡിക്കൽ എൻട്രൻസ് മേഖലയിൽ ഒന്നാം റാങ്കുകൾ കരസ്ഥമാക്കി മുന്നേറുകയാണ്. 2006 കാലഘട്ടം മുതൽ എഞ്ചിനീയറിംഗ് മേഖലയിലും മെഡിക്കൽ മേഖലയിലും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ ആദ്യ റാങ്കുകളിൽ ഇടം പിടിക്കുന്നത് എൻട്രൻസ് രംഗത്തെ കേരളത്തിന്റെ വിപ്ലവകരമായ മാറ്റത്തിന്റെ തുടക്കമെന്ന് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന കാലം. മുന്നിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. അതായത് വർഷം 2024 മുതൽ തുടർച്ചയായി മെഡിക്കൽ എൻട്രൻസ് മേഖലയിൽ ബ്രില്യൻ തുടരുന്ന ഒന്നാം റാങ്കുകളെ കുറിച്ച്. വർഷം 2024 കാലം കാത്തുവെച്ച വിസ്മയം എന്നാണ് ബ്രില്യന്റിന്റെ ആ വർഷത്തെ റിസൾട്ടിനെ കുറിച്ച് രാജ്യമൊന്നടങ്കം പറഞ്ഞത്. നീറ്റ് പരീക്ഷയിൽ 720-ൽ 720 നേടി ഭാരതത്തിന്റെ നെറുകയിൽ ഒന്നാം സ്ഥാനത്ത് ഒരു മലയാളി. ബ്രില്യന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇതിഹാസ നിമിഷമായിരുന്നു. ശ്രീനൻ ശർമിൽ എന്നൊരു കൊച്ചുമിടുക്കൻ തന്റെ അസാമാന്യമായ കഠിനാധ്വാനത്തിലൂടെയും ബ്രില്യന്റിലെ +1 +2 പരിശീലനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും രാജ്യത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. കേരളം പോലൊരു സംസ്ഥാനത്തിന് നീറ്റ് പരീക്ഷയിൽ ഇതുവരെയും ദേശീയ തലത്തിൽ ഒന്നാം റാങ്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥി ശ്രീനൻ ശർമിൽ തലയുയർത്തി നിന്നു. ബ്രില്യൻ സ്റ്റഡി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു റാങ്ക് അല്ല, മറിച്ച് ഒരു നാടിന്റെ സ്വപ്നമായിരുന്നു. കേരളത്തിൽ നിന്നും അസാധ്യമെന്ന് പലരും പറഞ്ഞതിനെ സാധ്യമാക്കിയ ഒരു ഇതിഹാസ യാത്രയുടെ തുടക്കമായിരുന്നു 2024 ബ്രില്യന്റിന്റെ കാലഘട്ടം. 1 കോടി രൂപ നൽകിയാണ് ശ്രീനന്ദിനെ ബ്രില്യന്റ് വിക്ടറി ഡേയിൽ ആദരിച്ചത്. കണ്ണൂർ സ്വദേശിയായ ശ്രീനന്ദ് പഠിച്ചത് മാന്നാനം കെ സ്കൂളിലാണ്. ശ്രീനന്ദ് ശർമിൽ ഇപ്പോൾ എയിംസ് ഡൽഹിയിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ആ വർഷം, അതായത് 2024 തന്നെ സംസ്ഥാന തലത്തിൽ ആദ്യ 10-ൽ 9 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു. ആ വർഷം 5000 MBBS സീറ്റുകളാണ് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ നേടിയെടുത്തത്. വർഷം 2023 കേരള മെഡിക്കലിന് 1ാം റാങ്ക് നേടിയത് ആര്യ RS ആണ്. താമരശ്ശേരി അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ +2 പഠനം പൂർത്തിയാക്കിയ ആര്യ ബ്രില്യന്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പരിശീലനം നേടിയാണ് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഇപ്പോൾ ആര്യ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. ആ വർഷവും സംസ്ഥാന തലത്തിലെ ആദ്യ 10 റാങ്കുകളിൽ 9 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കാണ് നേടാനായത്. ഒപ്പം 3500-ലധികം വിദ്യാർത്ഥികൾക്ക് ബ്രില്യന്റിലൂടെ MBBS അഡ്മിഷൻ നേടാനും സാധിച്ചു. വർഷം 2022 നീറ്റിന് മികച്ച വിജയം കരസ്ഥമാക്കി കേരളത്തിൽ ഒന്നാമതെത്തിയത് നന്ദിത P ആയിരുന്നു. നവമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുനാവായിലെ മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്ന നന്ദിത ബ്രില്യൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പരിശീലനം നേടിയത്. ഇപ്പോൾ എയിംസ് ഡൽഹിയിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. ആ വർഷം സംസ്ഥാന തലത്തിൽ ആദ്യ 10 റാങ്കുകളിൽ ബ്രില്യന്റിലെ 8 വിദ്യാർത്ഥികൾ ഇടം പിടിച്ചു. വർഷം 2021 ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത COVID-19 എന്ന പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു നീറ്റ് നടത്തപ്പെട്ടത്. ആ സമയത്തും കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ച് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ പരിശീലനം ഓൺലൈനായി നൽകി ബ്രില്യൻ വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിച്ചു. COVID-19 പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് രാജ്യമെമ്പാടും 2021 സെപ്റ്റംബർ 12 നീറ്റ് എക്സാം നടത്തപ്പെടുന്നു. ആ വർഷം കേരള തലത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരള മെഡിക്കലിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത് ബ്രില്യന്റിലെ ഗൗരി ശങ്കറാണ്. ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാറിൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് ഗൗരി ശങ്കർ തന്റെ എൻട്രൻസ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ 4ാം വർഷ വിദ്യാർത്ഥിയാണ്. ആ വർഷവും സംസ്ഥാന തലത്തിൽ ആദ്യ 10 റാങ്കുകളിൽ 7 റാങ്കുകളും കരസ്ഥമാക്കിയത് ബ്രില്യന്റിലെ മിടുക്കരായ വിദ്യാർത്ഥികളാണ്. വർഷം 2018 കേരള മെഡിക്കലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ജസ് മരിയ ബെന്നി എന്ന ബ്രില്യന്റിലെ മിടുക്കിയായ മറ്റൊരു വിദ്യാർത്ഥിനിയായിരുന്നു. സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കല്ലിൽ +2 പഠനം പൂർത്തിയാക്കിയ ജസ് മരിയ ബ്രില്യന്റിലെ റിപ്പീറ്റർ പ്രോഗ്രാമിലൂടെയാണ് പരിശീലനം നേടിയത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്നു. ആ വർഷം ആദ്യ 10-ൽ 9 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്ക് തന്നെയായിരുന്നു. വർഷം 2017 കേരള മെഡിക്കലിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ബ്രില്യന്റിലെ വിദ്യാർത്ഥിയായ ഡെറിക് ജോസഫ് എന്ന മിടുക്കനായിരുന്നു. സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കല്ലിലെ വിദ്യാർത്ഥിയായിരുന്നു ഡെറിക്. ബ്രില്യന്റിലെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ആ വർഷവും സംസ്ഥാന തലത്തിൽ ആദ്യ 10 റാങ്കുകളിൽ 7ഉം ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു. വർഷം 2016 മുഹമ്മദ് മുനവീർ എന്ന വിദ്യാർത്ഥിയാണ് അഭിമാനമായ നേട്ടം കൈവരിച്ച് കേരള മെഡിക്കലിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തെത്തിയത്. പേരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് മുനവീർ. ബ്രില്യൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് ഇപ്പോൾ
എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. 2016 സംസ്ഥാന തലത്തിൽ ആദ്യ 10 റാങ്കുകളിൽ 7 വിദ്യാർത്ഥികളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളായിരുന്നു. വർഷം 2014. ബേസിൽ കോശി സച്ചീവ് കേരള മെഡിക്കലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. വിമലഗിരി പബ്ലിക് സ്കൂൾ കോതമംഗലത്താണ് ബേസിലിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ കാലഘട്ടം. ബ്രില്യന്റിന്റെ ലോങ് ടൈം ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു ബേസിൽ ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. 2014 സംസ്ഥാനത്ത് ആദ്യ 10 റാങ്കുകളിൽ 7 വിദ്യാർത്ഥികളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. വർഷം 2013. ലിൻഡ തോമസ്, ഗോകുൽ ജി നായർ എന്നീ വിദ്യാർത്ഥികളാണ് 2013 കേരള മെഡിക്കലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഗോകുൽ ബ്രില്യന്റിലെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയായിരുന്നു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗോകുലിന്റെ ഹയർ സെക്കൻഡറി കാലഘട്ടം. ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ സേവനമനുഷ്ഠിക്കുന്നു. കട്ടപ്പന സ്വദേശിയായ ലിൻഡ തോമസ് ആനക്കല്ല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് എൻട്രൻസ് പരിശീലനം നേടിയത്. ഡൽഹി എയിംസിൽ MBBS-നും ഛത്തീസ്ഗഡിൽ MD-ക്കും ശേഷം ഡൽഹി RML ഹോസ്പിറ്റലിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. വർഷം 2012. ശില്പ എം പോൾ എന്ന ബ്രില്യന്റിലെ വിദ്യാർത്ഥിയാണ് കേരള മെഡിക്കലിൽ മലയാളികൾക്കെല്ലാം അഭിമാനമായി തീർന്നത്. ബ്രില്യന്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു ശില്പ. NSS HSS വാരപ്പെട്ടിയിലാണ് തന്റെ +1+2 കാലഘട്ടം ചെലവഴിച്ചത്. ശില്പ ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി ജോലി ചെയ്യുന്നു. 2012 സംസ്ഥാന തലത്തിൽ ആദ്യ 10 റാങ്കുകളിൽ 8 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്നു. ഇനി 16 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2009 കാലഘട്ടം, മെഡിക്കൽ പ്രവേശനത്തിന് രാജ്യത്ത് നീറ്റ് എന്ന ഒറ്റ പരീക്ഷയായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. കേരള മെഡിക്കലിന് പ്രത്യേകം പരീക്ഷ, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന പേരിൽ മറ്റൊരു പരീക്ഷ, എയിംസിൽ പ്രവേശനം നേടണമെങ്കിൽ അതിന് മറ്റൊരു പരീക്ഷ. 2009 സംസ്ഥാനത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയിലും എയിംസിലേക്കുള്ള പ്രവേശന പരീക്ഷയിലും ബ്രില്യന്റിലെ ജെയ്ബൻ ജോർജ് എന്ന വിദ്യാർത്ഥി 1ാം സ്ഥാനം അലങ്കരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഓർക്കണം, രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ എഴുതിയ എയിംസിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ 1ാം സ്ഥാനത്തെത്തിയ ജെയ്ബൻ ജോർജ് എന്ന മലയാളിയും കേരളത്തിന്റെ മറക്കാനാവാത്ത മറ്റൊരു ചരിത്ര വിദ്യാർത്ഥിയായിരുന്നു. ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ലോങ് ടൈം ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന ജെയ്ബൻ ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് +1+2 പഠനം പൂർത്തീകരിച്ചത്. ഇപ്പോൾ അദ്ദേഹം എയിംസ് ഡൽഹിയിൽ സീനിയർ റെസിഡന്റ് ഇൻ ഓർത്തോപീഡിയാക്സിൽ സേവനമനുഷ്ഠിക്കുന്നു. ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് പ്രത്യേകം എടുത്തു പറയട്ടെ. ഈ വീഡിയോ തുടങ്ങിയത് 2024 നീറ്റ് എക്സാമിൽ അഖിലേന്ത്യാ തലത്തിൽ ഓൾ ഇന്ത്യ റാങ്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീനൻ ശർമ്മിലിന്റെ പേര് പരാമർശിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനിക്കുന്നതും 2009 ഓൾ ഇന്ത്യ തലത്തിൽ എയിംസിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മറ്റൊരു മലയാളിയെ ജെയ്ബൻ ജോർജിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മെഡിക്കൽ എൻട്രൻസ് പരിശീലന രംഗത്ത് വർഷങ്ങളുടെ വിജയ പാരമ്പര്യമുണ്ട്. വർഷങ്ങളുടെ വിജയ പാരമ്പര്യം എന്ന് ബ്രില്യന്റ് അവകാശപ്പെടുന്നത് റിസൾട്ടുകൾ പറഞ്ഞുകൊണ്ടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ നേടിയ MBBS സീറ്റുകൾ സ്വന്തമാക്കുന്ന 95% ഓഫ് വിദ്യാർത്ഥികളും പഠിച്ചത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലാണ്. ഓരോ വർഷത്തെയും നീറ്റ് ഫലങ്ങൾ പരിശോധിച്ചാൽ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിന് 1ാം റാങ്കുകൾ അവകാശപ്പെടാൻ വർഷങ്ങളുടെ ചരിത്രമുണ്ട് എന്ന് പറയുന്നത്. 1ാം റാങ്കുകൾ മാത്രമല്ല ബ്രില്യന്റിന് അവകാശപ്പെടാനുള്ളത്. ഏത് വർഷത്തെ റിസൾട്ടുകൾ എടുത്തു പരിശോധിച്ചാലും ആ ഓരോ വർഷത്തെയും MBBS അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്തു നോക്കിയാലും അതിൽ 95% ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലയിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ബെസ്റ്റ് ഫെസിലിറ്റീസ്, കൃത്യമായ പരിശീലനം, ഇന്ത്യയിലെ തന്നെ മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ, നൂതനമായ പഠന രീതികൾ ബ്രില്യന്റിലെ ഓരോ വിദ്യാർത്ഥികൾക്കും നൽകുന്നത് ഒരു വിജയ ഫോർമുലയാണ്. ജെയ്ബൻ ജോർജിൽ തുടങ്ങി ശ്രീനൻ ശർമ്മിൽ വരെ എത്തി നിൽക്കുന്ന ഓൾ ഇന്ത്യ റാങ്ക് 1ാം സ്ഥാനങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന തലത്തിലെ 1ാം റാങ്കുകളും എല്ലാം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒന്നാമനാവാൻ ഒന്നാമനൊപ്പം, അതാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ആപ്തവാക്യം. അതൊരു ചരിത്രമാണ്. കേരളത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ 1ാം സ്ഥാനം കുത്തകയാക്കി മാറ്റിയ ബ്രില്യന്റിന്റെ വിജയ ചരിത്രം. ഈ വിജയ ചരിത്രം ബ്രില്യന്റിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ പരിശ്രമത്താലും ദൈവകൃപയാലും ഇനിയും ആവർത്തിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.